മക്കളെ, നമ്മൾ റംലാന്റെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം എടുക്കാൻ വൈകരുത്. ഓളെ ജീവൻ എന്നെ ഭീഷണിയാ. ഇന്നലെ ഓനോളെ കൊല്ലാനും നോക്കിയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് എന്റെ കുട്ടീനെ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ടുവരണം. അല്ലമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? കൂട്ടിക്കൊണ്ടുവരാനോ? ഓളെ കെട്ടിച്ച് വിട്ടല്ലേ? ഓളെ ആടല്ലേ നിൽക്കണ്ടി, അല്ലാണ്ട് ഇവിടെയാ? അതല്ല ഷമീറെ, കുട്ടിക്ക് അങ്ങനെ അവിടെ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് കൂടെ കൂട്ടിക്കൊണ്ടുവന്നൂടെ? അതല്ല അതിന്റെ ശരി. ഇക്കാക്ക പറയുന്ന കൊണ്ടൊന്നും വിചാരിക്കരുത്. ഓളെ സ്വഭാവം വെച്ചിട്ട് ഇപ്പൊ ഒരേ നിൽക്കാനായില്ല. മാത്രല്ല ഞാനിവിടെ ഒരു കുടുംബം കുട്ടിയായിട്ട് നിൽക്കുന്ന. അല്ല ഷമീറെ, ഓളെ കാര്യത്തിൽ നമ്മൾ ആങ്ങളാരല്ലേ ഇടപെടണ്ടേ? ഇത് പുതുമയൊന്നല്ലല്ലോ. പൊന്നാരക്കാക്ക, പെണ്ണുങ്ങളായ കുറച്ച് സഹിക്കാനും പൊറുക്കാനൊക്കെ പഠിക്കണം. അല്ലാണ്ട് ഭർത്താവിന്റെ വീട്ടിലെന്തും പ്രശ്നമാകുമ്പോൾ കാർന്ന് ഓടിപ്പോരല്ല വേണ്ടി. ഓള് ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പടച്ചോനാണ് സത്യം. ഞാൻ എന്റെ ഓളും വീട്ടിൽ ഇറങ്ങും കേട്ടോ. നിർത്തണം. ഈ ഒരു ഓളും കൊറേ ഇത് കേൾക്കണ്. നിങ്ങളെ പോലെ തന്നെ ഞാൻ പെറ്റതാണ് ഓളെ. എന്റെ കുട്ടീനെ അടങ്ങാറാക്കാൻ ഇനി ഞാൻ സമ്മതിക്കൂല. സഹിച്ചിട്ട് ഓള് വല്ല കടുങ്ങ ചെയ്താലുണ്ടല്ലോ, ഈ സുബൈദ അത് പൊറുക്കൂല. സുബൈദാക്ക് ജീവനുള്ളിടത്തോളം കാലം ഓളെ ഞാൻ നോക്കും. നിങ്ങളൊന്നും ഒരു അഭിപ്രായം എനിക്ക് വേണ്ട. എടാ, ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. അന്റെ പെണ്ണുങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ അത് ഓള ഔദാര്യം കൊണ്ടാ. അത്രയും വലിയ ഓപ്പറേഷനെ പൈസ കിട്ടാതെ ഈ തെണ്ടിയപ്പോ ഓളെ സ്വർണ്ണം മുഴുവൻ അയച്ചു തന്നിട്ട് അന്ന് ഓപ്പറേഷൻ നടത്തിയത്. അതൊന്നും ഞാൻ മറക്കരുത്. നിങ്ങൾ ആരുമില്ലെങ്കിലും വേണ്ട, എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാൻ നോക്കട്ടെ. ആരും ഔദാര്യം വേണ്ട. എന്റെ കുട്ടീന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓളെ ഞാൻ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കൂല. നിസാറേ, വണ്ടി എടുത്താ. നിങ്ങൾ വിഷമിക്കണ്ട. ഓളെ നമ്മളും കൂടി പെങ്ങളാണ്. ഓക്കെന്തേ വിഷമം നമ്മളാണ് നോക്കേണ്ടത്. ഓളം മനസ്സും ശരീരവും ആരാ വേദനിപ്പിച്ച് അതാണ് ഓൽക്കുള്ള ശിക്ഷ ഉമ്മക്ക് വാങ്ങിക്കൊടുക്കണം. വാ കാക്ക.